നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥാടനം എന്ന പ്രഭാഷണ പരമ്പരയുടെ ഈ ആഴ്ചയിലേക്ക് എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥാടനം 5ാം ഭാഗത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പാണ്ഡവരോട് ചെയ്ത ക്രൂരതകൾ, കൗരവർ ചെയ്ത ക്രൂരതകളെക്കുറിച്ചാണ് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പ്രതിപാദിച്ചത്. തുടർന്നുള്ള രംഗങ്ങളിൽ നാം കാണുന്നത് കൗരവർ എന്താണോ പാണ്ഡവരോട് ചെയ്തത് അതിൻ്റെ പ്രതിഫലനങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ കൗരവർ അനുഭവിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. നമുക്കറിയാം, നാം ചെയ്യുന്ന പ്രവൃത്തി പാപമായാലും പുണ്യമായാലും ആ പാപത്തിൻ്റെ അംശം നാം തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതും പുണ്യത്തിൻ്റെ അംശം അതും നാം തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതും പ്രകൃതിയിൽ നിശ്ചയമാണ്. പാപപ്രവൃത്തികൾ ചെയ്യുന്നവരുടെ അവർക്ക് തൽക്കാല വിജയമുണ്ടെങ്കിലും അവരുടെ അവസാന കാലഘട്ടം അവരുടെ വീഴ്ചയിലൂടെ ആയിരിക്കും എന്നുള്ളതും, പുണ്യപ്രവൃത്തി ചെയ്യുന്നവർ എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചാലും അവരുടെ അവസാനം അവരുടെ കയ്യിലേക്ക് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കും എന്നുള്ളതും വർത്തമാന കാലഘട്ടത്തിൽ നാം അറിയുന്നൊരു കാര്യം തന്നെയാണ്. ഇത് തന്നെയാണ് കുരുക്ഷേത്ര യുദ്ധത്തിലും മഹാഭാരത കഥയിലും നാം കാണുന്നത്. പാണ്ഡവരോട് ചെയ്ത ക്രൂരതകൾക്ക് കൗരവർ അനുഭവിക്കേണ്ടുന്ന പ്രതിഫലനങ്ങൾ. അതിന് പലപ്പോഴും മഹത്തായ കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ച് പലപ്പോഴും പല അഭിപ്രായങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ചും പാണ്ഡവർ ആ യുദ്ധത്തിൽ ചെയ്ത ചില നിലപാടുകൾ, പ്രത്യേകിച്ചും ദ്രോണവധവും കർണവധവും, അത് വിമർശന വിധേയമാകാറുണ്ട്. നമുക്കറിയാം, ദ്രോണാചാര്യർ കൗരവരല്ല, ധൃതരാഷ്ട്രയുടെ മക്കളായ ധാർത്തരാഷ്ട്രന്മാരുടെയും പാണ്ഡുവിൻ്റെ മക്കളായ പാണ്ഡവരുടെയും ഗുരുനാഥനായിരുന്നു. അവർക്ക് ആയുധാഭ്യാസം പറഞ്ഞു കൊടുത്ത മഹാനായ ഗുരുനാഥൻ. എന്നാൽ കുരുക്ഷേത്ര യുദ്ധം നടന്നപ്പോൾ കൗരവരുടെ കൂടിയായിരുന്നു ദ്രോണാചാര്യർ നിലനിന്നത്. യുദ്ധക്കളത്തിൽ വളരെ ഉജ്ജ്വലമായി പോരാടിക്കൊണ്ടിരുന്ന ദ്രോണാചാര്യരെ വീഴ്ത്തുവാനുള്ള കാര്യങ്ങളൊക്കെ പാണ്ഡവർ ആലോചിച്ചപ്പോൾ ദ്രോണാചാര്യരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ എളുപ്പമല്ല എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ ബലഹീനത നമുക്കൊക്കെ ഉള്ളതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായ അശ്വത്ഥമാവാണ്. ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരനെ കൊണ്ട് അശ്വത്ഥമാവ് മരിച്ചു എന്ന കള്ളം പറയിപ്പിക്കുകയും അശ്വത്ഥമാവ് മരിച്ചു എന്ന വാർത്ത പറയുന്നത് യുധിഷ്ഠിരനായതുകൊണ്ട് ദ്രോണാചാര്യർ വിശ്വസിക്കുകയും ആയുധം ഉപേക്ഷിച്ച് തീർത്തട്ടിൽ വേദനയോടുകൂടി ഇരിക്കുകയും ചെയ്തു. പാണ്ഡവരുടെ സേനാധിപനായ ദ്രുപദപുത്രനായ ദ്രോണാചാര്യ വധിക്കുവാൻ ദ്രുപദൻ തപസ് ചെയ്ത്, അല്ലെങ്കിൽ ദ്രുപദൻ ആശിച്ച് വന്ന പുത്രനായ ദൃഷ്ടദ്യുമ്നൻ ദ്രോണാചാര്യ വധിക്കുന്ന രംഗം മഹാഭാരതത്തിൽ കാണാം. രണ്ടാമത് നമുക്കറിയാം, കർണൻ്റെ വില്ലാളി വീരനായ കർണൻ നേർക്കുനേർ അർജുനുമായി യുദ്ധം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കർണൻ്റെ രഥം അല്ലെങ്കിൽ തേരിൻ്റെ ചക്രം മണ്ണിനടിയിലേക്ക് താഴ്ത്തപ്പെടുന്നു. ആ ചക്രം ഉയർത്തുവാൻ ശ്രമിക്കുന്നതിനിടയ്ക്കാണ് അർജുനൻ കർണനെ വധിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വധങ്ങളും പാണ്ഡവർ ചെയ്തത് നീതിയുക്തമാണോ എന്ന ചർച്ചകൾ, എന്ന സംശയങ്ങൾ പലപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, രാമായണം എന്ന കാവ്യം, അതിൻ്റെ കർത്താവായ വാൽമീകി പൂർവാശ്രമത്തിൽ രത്നാകരനായിരുന്നു, കാട്ടാളനായിരുന്നു. സ്വത്തുകൾ, വഴിയാത്രക്കാരുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തു കൊണ്ടുപോകുന്നവനായിരുന്നു. ആ കാട്ടാളനായ വാൽമീകിയോട് അല്ലെങ്കിൽ രത്നാകരനോട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും പറയുന്നൊരു വാചകമുണ്ട്: താൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ താൻ അനുഭവിച്ചില്ലെന്ന് വരും. തീർച്ചയായും ദ്രോണരുടെയും കർണൻ്റെയും വധത്തിൽ അത് യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ദ്രോണർ ബ്രാഹ്മണനാണ്. ആ കാലഘട്ടങ്ങളിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ 4 ധർമ്മങ്ങളെ വേർതിരിച്ചിട്ടുണ്ട്. ഒരു ബ്രാഹ്മണൻ്റെ ധർമ്മം വിദ്യകൾ അഭ്യസിച്ച്, വേദം അടക്കമുള്ള വിദ്യകൾ അഭ്യസിച്ച് അത് തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ദ്രോണാചാര്യർ ആയുധാഭ്യാസം പഠിച്ചുകൊണ്ട് ആയുധ വിദ്യകൾ പഠിച്ച് അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ സഹപാഠിയായ ദ്രുപദനുമായിട്ടുള്ള ദ്രുപദനിൽ നിന്നേറ്റ പരിഹാസം, അത് ദ്രോണൻ്റെ മനസ്സിലേക്ക് പ്രതികാരത്തിൻ്റെ വിത്തുകൾ വന്ന് പതിച്ചു. ദ്രുപദനിൽ നിന്ന് കിട്ടിയ പരിഹാസം അല്ലെങ്കിൽ ആക്ഷേപം, ഇത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ധാർത്തരാഷ്ട്രന്മാരുടെയും പാണ്ഡവരുടെയും ശിഷ്യനായി അല്ലെങ്കിൽ ഗുരുവായി മാറുന്നത്. അവരെ ആയുധാഭ്യാസമൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞ്, സാധാരണ ആ വിദ്യയൊക്കെ അഭ്യസിച്ച് കഴിഞ്ഞാൽ ഗുരുവിന് ദക്ഷിണ കൊടുക്കണം. ദ്രോണൻ ചോദിക്കുന്ന ദക്ഷിണ ദ്രുപദനെ പിടിച്ചു കെട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ ദ്രുപദനെ ആ ശിഷ്യന്മാർ പോയി പരാജയപ്പെടുത്തി പിടിച്ചു കെട്ടി ദ്രോണരുടെ അടുത്ത് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് ദ്രുപദൻ്റെ അർദ്ധരാജ്യം മേടിച്ചുകൊണ്ടാണ് ദ്രോണൻ ദ്രുപദനെ വിട്ടയക്കുന്നത്.
മഹാഭാരത കഥയിലുണ്ട്. ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ ആ ബാല്യ കൗമാരങ്ങളിലുള്ള ആ ചെറുപ്പക്കാരെ കൊണ്ട് അവരുടെ ആരുടെയും ശത്രുവല്ല. ധാർത്തരാഷ്ട്രന്മാരുടെ ശത്രുവല്ല ദ്രുപദൻ, പാണ്ഡവരുടെ ശത്രുവല്ല ദ്രുപദൻ. എന്നാൽ തൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹത്തിന് വേണ്ടി, തൻ്റെ വ്യക്തിപരമായ ആഗ്രഹത്തിന് വേണ്ടി ആ ചെറിയ മനസ്സുകളിൽ പകയുടെ വിത്തുകൾ പതിപ്പിക്കുന്ന ഒരു ഗുരുനാഥനായി ദ്രോണർ അവിടെ മാറുകയാണ്. മറ്റൊന്ന്, മഹാഭാരത കഥ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഏകലവ്യൻ എന്ന നിഷാദ രാജകുമാരൻ ദ്രോണരോട് തന്നെ ശിഷ്യനായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. നിഷാദനായതുകൊണ്ട് ആ ആഗ്രഹം, അല്ലെങ്കിൽ ആ അപേക്ഷ ദ്രോണർ തള്ളിക്കളയുന്നു. വിഷമിച്ചു പോയ ഏകലവ്യൻ ദ്രോണരുടെ പ്രതിമയൊക്കെ ഉണ്ടാക്കി ആയുധാഭ്യാസമൊക്കെ പഠിച്ചു. ഇത് ദ്രോണർ അറിയുകയാണ്. തൻ്റെ വത്സല ശിഷ്യനായ, തൻ്റെ പ്രിയ ശിഷ്യനായ അർജുനനേക്കാൾ മികച്ചവനോ ഏകലവ്യൻ എന്ന് സംശയിച്ചുകൊണ്ട് ദ്രോണർ ഏകലവ്യനോട് ചോദിക്കുന്ന ഗുരുദക്ഷിണ എന്താ? പെരുവിരൽ ചോദിക്കാൻ കാരണം, യുദ്ധമുഖത്ത് അമ്പും വില്ലും എയ്യുമ്പോൾ വേഗതയോടുകൂടി ആ പ്രവൃത്തി ചെയ്യുവാൻ പെരുവിരൽ ഇല്ലെങ്കിൽ സാധിക്കില്ല. തന്നെ മനസ്സാ ഭരിച്ച ഒരു ശിഷ്യൻ്റെ അടുത്തുനിന്ന് അയാളുടെ കഴിവുകൾ ഇല്ലാതാക്കുന്ന, അയാളുടെ ശരീരത്തിൻ്റെ ഒരു അംശം തന്നെ ഗുരുദക്ഷിണയായി മേടിക്കുന്ന ദ്രോണർ യഥാർത്ഥ ഒരു ഗുരുവാണ്. നമുക്കറിയാം, കൗരവ സദസ്സിൽ ചൂതുകളി കഴിഞ്ഞ് ദ്രൗപദി അപമാനിക്കപ്പെട്ടപ്പോൾ ധർമ്മിഷ്ഠൻ എന്ന് പറയുന്ന ദ്രോണർ ഒരു മർത്തൊരക്ഷരം കൗരവരോട്, ധാർത്തരാഷ്ട്രന്മാരോട് പറയുന്നത് നമ്മൾ കാണുന്നില്ല. മറ്റൊന്ന്, കർണനെ സംബന്ധിച്ച് വില്ലാളി വീരനാണ്, ദാനങ്ങളൊക്കെ കൊടുക്കുന്നവനാണ്. പക്ഷേ അപരയായ ഒരു സ്ത്രീയോട് കർണൻ കാണിച്ച പ്രവൃത്തിയുണ്ട്. ദുശാസനാൻ ആക്ഷേപിക്കപ്പെട്ട ദ്രൗപദിയെ കൗരവ മധ്യത്തിലിരുന്ന് 5 ഭർത്താക്കന്മാരുടെ കൂടെ നടക്കുന്നവളല്ലേ നീയെന്നും, നീ ഇനി ദുര്യോധൻ്റെ കൂടെ ജീവിക്കുക, അല്ലെങ്കിൽ കൗരവരുടെ ധാർത്തരാഷ്ട്രന്മാരുടെ കൂടെ ജീവിക്കുക എന്ന് അപരയായ സ്ത്രീയെ ആക്ഷേപിച്ച കർണൻ. പിന്നീടുള്ള രംഗങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ ഇതിനെല്ലാം ഉള്ള ഫലങ്ങളല്ലേ കൗരവർ അനുഭവിച്ചത്. ആ ദ്രോണരായാലും കർണനായാലും അനുഭവിച്ചതെല്ലാം ഇതിൻ്റെ പ്രതിഫലനങ്ങളല്ലേ. ദ്രോണരും കർണനുമൊക്കെ നല്ലവന്മാരായിരിക്കാം, പക്ഷെ അവർ കൂട്ടുകൂടിയത് ദുര്യോധനടക്കമുള്ള ധാർത്തരാഷ്ട്രന്മാർ എന്ന അധർമ്മത്തിൻ്റെ രൂപങ്ങളുമായിട്ടാണ്. അവർ എതിരിട്ടത് പാണ്ഡവർ എന്ന ധർമ്മത്തിൻ്റെ പ്രതിരൂപങ്ങളുമായിട്ട്. ഇത് നമ്മുടെ ജീവിതത്തിന് ഒരു തരുന്ന സന്ദേശം എന്താ? എത്ര ഉത്തമമായ ഗുണമുള്ളവനാണെങ്കിലും അധർമ്മികളോട്, ഇല്ലാത്തവരോട്, ദോഷങ്ങൾ മാത്രം ചെയ്യുന്നവരോട് കൂട്ടുകൂടിയാൽ അവരും അധർമ്മത്തിൻ്റെ രൂപങ്ങളായി മാറും, അധർമ്മികളായി മാറും എന്നതിൻ്റെ വ്യക്തമായ സന്ദേശമല്ലേ നമുക്ക് തരുന്നത്. നാം കൂട്ടുകൂടുന്ന ചുറ്റുപാടുകൾ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാർ, നാം തിരഞ്ഞെടുക്കുന്ന സംസർഗങ്ങൾ, ഇതെല്ലാം വിവേകത്തോടു കൂടി ചിന്തിച്ച് തിരഞ്ഞെടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ എത്ര മഹത്തായ വ്യക്തിയായാലും അയാൾ അധർമ്മിയായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ആലോചിക്കുക, ഒരു യുദ്ധം, ആ യുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളും അവസാന ഫലങ്ങളും ഒന്ന് വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ്. ദ്രോണരെ കൊന്നു, കർണനെ വധിച്ചു, കൗരവന്മാരെ എല്ലാവരും ഇല്ലാതാക്കി. പക്ഷേ എന്തുണ്ടായി പാണ്ഡവർക്കും? എന്താണ് അവരുടെ മാനസികാവസ്ഥ എത്തിയത്? ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ ദ്രോണരോട് പറഞ്ഞ കള്ളം, അശ്വത്ഥമാ മരിച്ചു എന്ന് പറഞ്ഞ കള്ളം, അതുവരെ മഹാഭാരത കഥയിൽ പറയുന്നത്, അതുവരെ അദ്ദേഹത്തിൻ്റെ തേർചക്രം 4 അടി ഉയരത്തിലാണ് യാത്ര ചെയ്തിരുന്നത്, മറ്റുള്ളവരെ അപേക്ഷിച്ച് തറയിൽ നിന്ന് 4 അടി ഉയരം. അശ്വത്ഥമാ മരിച്ചു എന്ന കള്ളം പറഞ്ഞ ഉടൻ ആ രഥചക്രം താഴേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. യുധിഷ്ഠിരൻ്റെ യശസ് താഴേക്ക് പതിച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം. മറ്റൊന്ന്, യുദ്ധാവസാനം കർണൻ തങ്ങളുടെ സഹോദരനാണ് എന്ന് പാണ്ഡവർ അറിയുമ്പോൾ അവർ അനുഭവിക്കുന്ന വേദന, എത്ര വലിയ അധികാരം കിട്ടിയിട്ടും അവരുടെ അന്ത്യകാലം വരെ അവരുടെ മനസ്സ് നീറുകയായിരുന്നു, തൻ്റെ സഹോദരനെ തങ്ങളാൽ ഇല്ലാതാക്കിയല്ലോ എന്ന്. യുദ്ധമൊന്നിനും ശാശ്വതമല്ല. എത്ര യുദ്ധത്തിൻ്റെ അവസാനം എന്താണ് ഉണ്ടാകുന്നത്? 18 അശ്വഗുണികളുമായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പടയാളികളും പ്രഗത്ഭരായ രാജാക്കന്മാരും അണിനിരന്ന കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നത് പാണ്ഡവരുടെ ഭാഗത്ത് കൃഷ്ണനും സാത്വികിയും പാണ്ഡവരുമടക്കം 7 പേർ. കൗരവരുടെ അടുത്ത് അശ്വത്ഥാമാവും കൃപാചാര്യരും കൃതവർമാവും അടക്കം 3 പേർ. ആകെ ആ യുദ്ധത്തിൽ അവസാനിച്ച് 10 പേർ. മനസ്സിലാക്കണം, യുദ്ധം ഒന്നിനും ശാശ്വതമല്ല. കൃത്യമായി മഹാഭാരത യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്.
യുദ്ധത്തിൻ്റെ അവസാനമുണ്ടാകുന്ന ആ അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സംഘടനകളിൽ, നമ്മുടെ കുടുംബത്തിലൊക്കെ അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നുമില്ലാതായി തീരും എന്നുള്ളതാണ് മഹാഭാരതം. യുദ്ധം കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല എന്നതാണ് മഹാഭാരതം നമ്മൾ കാണിക്കുന്നത്. തീർച്ചയായും ആ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറാകണം. അതിനാകട്ടെ നമ്മുടെ ഇനിയുള്ള ദിവസങ്ങൾ. അപമാനിതയായ സ്ത്രീത്വത്തിൻ്റെ നിശ്ചയദാർഢ്യമായി നമുക്ക് അടുത്ത ഭാഗം കാണാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം.